ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പാരീസിൽ നിന്ന് കണ്ണീരോടുകൂടി ഒരു ഇന്ത്യൻ അത്ലറ്റ് തിരിച്ചെത്തിയിരുന്നു, ഇന്ത്യൻ കായിക താരം തിരിച്ചെത്തിയിരുന്നു. നമുക്കറിയാം, വിനേഷ് ഫോഗട്ട്. സ്വർണത്തോടടുത്ത് നിൽക്കുമ്പോഴാണ് അവർക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെ 100 ഗ്രാം ഭാരത്തിൻ്റെ പേരിൽ അവർ അയോഗ്യയാക്കപ്പെടുന്നു, മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നു. ഇപ്പോൾ പിന്നീട് അപ്പീൽ നൽകിയെങ്കിലും അതും സ്വീകരിക്കപ്പെട്ടില്ല. കണ്ണീരോടെ മടങ്ങാനായിരുന്നു വിധി. പക്ഷേ ഇന്ന് ആളുകൾ, അവരെ സ്നേഹിക്കുന്നവർ സ്നേഹ മെഡൽ നൽകിക്കൊണ്ടാണ് അവരെ ഇന്ന് ഡൽഹിയിൽ സ്വീകരിച്ചത്, ഹരിയാനയിലേക്ക് ആനയിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സ്വീകരിക്കാൻ എത്തിയവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ബജ്രംഗ് പുനിയയുണ്ട്, സാക്ഷി മാലിക്കുണ്ട്. അതായത് ഈ ഗുസ്തി താരങ്ങളുടെ പോരാട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകളാണ് ഇവരൊക്കെ. അതോടൊപ്പം തന്നെ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദേവേന്ദർ സിംഗ് ഹൂഡയും അവിടെ ഉണ്ടായിരുന്നു. ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആ സ്വീകരണ സമയത്തിൽ ഒരു രാഷ്ട്രീയം കൂടി നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കണ്ടതൊരു തെരഞ്ഞെടുപ്പ് റാലിയാണ്. അങ്ങനെ തന്നെ അതിനെ കാണണം. അതിൽ BJP പിന്നോട്ട് പോവുകയും കോൺഗ്രസ് ഗോളടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ കണ്ടത് നമ്മൾ കാഴ്ച. അതിൻ്റെ കാരണം ഈ സ്വീകരണം നടക്കുന്ന സമയത്ത് ഹരിയാന മുഖ്യമന്ത്രി സൈനി അവിടെ വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ വരുമ്പോൾ ഞങ്ങൾ വലിയ സ്വീകരണം കൊടുക്കും, ഒരു വെള്ളി മെഡൽ ജേതാവിന് കൊടുക്കുന്ന സ്വീകരണത്തിന് തുല്യമായ സ്വീകരണം നമ്മൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ചണ്ഡീഗഡിൽ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാടകീയമായി ദീപേന്ദർ ഹൂഡ അവിടെ ചെന്നെത്തുകയും ആ വാഹനത്തിൽ കയറി ആ റോഡ് ഷോ മുഴുവൻ അദ്ദേഹം കോൺഗ്രസ് കൈക്കലാക്കി. അതാണ് അവിടെ ഉണ്ടാകുന്ന സംഭവം. അപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ വരാൻ പോവുകയാണ്. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞു ദീപേന്ദർ ഹൂഡ മാധ്യമങ്ങളോട്, വിനേഷ് ഫോഗട്ടിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ രാജ്യസഭയിലേക്ക് അയക്കും. അത് വളരെ നാടകീയമായൊരു പ്രഖ്യാപനമാണ്. അങ്ങനെ വിനേഷ് ഫോഗട്ട് തയ്യാറാവുകയാണെന്ന് ആലോചിച്ച് നോക്കുക. രാജ്യസഭയിൽ വിനേഷ് ഫോഗട്ട് ഇരിക്കുക, PT ഉഷ ഇരിക്കുന്ന അതേ സഭയിൽ വിനേഷ് ഫോഗട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു രസകരമായൊരു കാഴ്ചയായിരിക്കും. പക്ഷെ അവരതിന് സമ്മതിക്കുമോയെന്നറിയില്ല. എന്ന് മാത്രമല്ല, ഈ ദീപേന്ദർ ഹൂഡ ഇപ്പം നിലവിൽ ലോക്സഭാംഗമാണ്, അദ്ദേഹം നേരത്തെ രാജ്യസഭാംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇനി. അത് സെപ്റ്റംബർ 3-ാം തീയതിയാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. സെപ്റ്റംബർ 3 കുറച്ച് സമയം. അവർക്ക് പ്രായത്തിൻ്റെ പ്രശ്നമുണ്ടോ? പ്രായത്തിൻ്റെ പ്രശ്നം അവർ 29 പ്രശ്നമൊന്നുമില്ല, 25 വയസ്സിന് മുകളിൽ ആവുക എന്നുള്ളതാണ്. ഇനി അതെന്തും ആവട്ടെ, അവർ രാജ്യസഭയിലേക്ക് മത്സരിക്കുമോ ഇനി അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളതല്ല. ഈ ചിത്രം കോൺഗ്രസ് കൈയടക്കുകയാണ്. കാരണം അത് വലിയൊരു കാര്യമാണ്. കാരണം ഈ ദീപേന്ദർ ഹൂഡ നേരത്തെ ഒരു ജന്തർ മന്ദറിൽ സമരം ചെയ്തപ്പോഴും അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്തിയിരുന്നു, പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ വിനേഷ് ഫോഗട്ട് ഇനി ഗോദയിൽ തുടരും എന്ന് സൂചന നൽകുന്ന ഒരു പ്രസ്താവന അവരുടെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി അവർ റിസൈൻ ചെയ്യുകയാണെങ്കിൽ, ഇനി അവർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. BJPക്ക് അത്ര വലിയ തിരിച്ചടിയായിരിക്കും എന്ന് ആലോചിക്കാം. ഇനി അതല്ല, അവർ രാജ്യസഭയിലേക്ക് വരികയാണെങ്കിൽ അത് കുറേ കൂടി സ്പെക്ടാക്കുലർ ആയിട്ടുള്ളൊരു സീനായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം PT ഉഷയും വിനേഷ് ഫോഗട്ടും രാജ്യസഭയിൽ ഒരേ സമയം ഉണ്ടാവുക, ആ സഭയെ മോദിക്ക് വന്ന് അഭിസംബോധന ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രത്തിൻ്റെ കാവ്യനീതിയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ ഹരിയാന തെരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ടും ഗുസ്തി താരങ്ങളും പാരീസിലെ വെള്ളി മെഡൽ നഷ്ടവും ഒക്കെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് മറുവശം ഉണ്ടല്ലോ. അപ്പം ഒരു റൂളുണ്ട്, കളിക്കൊരു റൂളുണ്ട്. ആ റൂൾ പ്രകാരം അവർ അയോഗ്യയാണ്. അങ്ങനെ അയോഗ്യയാക്കപ്പെട്ട ഒരു താരം അവർ അപ്പീൽ നൽകി, അതും തിരസ്കരിച്ചു. പിന്നെയും അവർക്ക് ഈ രക്തസാക്ഷി പരിവേഷം കിട്ടുന്നത് എങ്ങനെയാണ്? രക്തസാക്ഷി പരിവേഷം അവരവിടെ എത്തിയത് ഈ സിസ്റ്റത്തോട് പോരാടിയിട്ടാണ് എന്നതുകൊണ്ടാണ്. അവർ അവിടെ എത്തുന്നതിന് ആഗ്രഹിക്കാത്ത ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട് എന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യരും വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബജ്രംഗ് പുനിയ പറഞ്ഞത് ഒരു രാഷ്ട്രം വേട്ടയാടിയ താരമെന്നാണ്. അങ്ങനെ പറയണമെങ്കിൽ എന്താണ്, ബാക്കി ഒരു രാജ്യത്തെയും താരങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു പരാമർശമില്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരവരുടെ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരപാതയിൽ വലിയ തോതിലുള്ള തടസ്സങ്ങളെ മറികടന്ന് വന്ന ആളാണ്. നമ്മൾ അവരെക്കുറിച്ച് പറഞ്ഞ 53 കാറ്റഗറിയിൽ മത്സരിക്കേണ്ട അവർ 50-ലും 53-ലും ഒരുപോലെ ട്രൈ ചെയ്യുന്നു. 53-ൽ അവർക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട് 53-ൽ അവർക്ക് സ്വാഭാവികമായും കാൻഡിഡേറ്റ് ആയില്ല? 53-ൽ അവർ കാൻഡിഡേറ്റ് ആവാത്തതിൻ്റെ കാരണം അവരെ തൊട്ടുമുമ്പുള്ള നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചിട്ടില്ല. എന്തുകൊണ്ട് മത്സരിക്കാത്തതിൻ്റെ കാരണം അവർ ഈ സമരത്തിലായിരുന്നു. ഈ സമരം ആർക്കെതിരെയുള്ളതാണ്? സ്ത്രീകളെ പീഡിപ്പിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ഈ BJP നേതാവായിട്ടുള്ള ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ആൾ രാത്രി റൂമിലേക്ക് വിളിപ്പിക്കുമ്പോൾ പോകണമായിരുന്നു എന്ന ദുരവസ്ഥയ്ക്കെതിരെ സമരം ചെയ്തുകൊണ്ട് അവർക്ക് ചാമ്പ്യൻഷിപ്പ് നഷ്ടമായി. ചാമ്പ്യൻഷിപ്പ് നഷ്ടമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ 53 കാറ്റഗറി അവർക്കല്ല അനുവദിക്കപ്പെട്ടത്, അലോട്ട് ചെയ്യപ്പെട്ടത്. അവർ നിർബന്ധിതയായി 50-ൽ മത്സരിക്കാൻ. അപ്പോൾ അവരുടെ 50-ൽ വെയിറ്റ് നിലനിർത്താനുള്ള അവരുടെ പോരാട്ടം കണ്ടപ്പോൾ അവർ പലപ്പോഴും മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചുവെന്ന് ഈ ഹംഗറിക്കാരനായ കോച്ച് പറഞ്ഞ വാർത്ത നമ്മളൊന്ന് കണ്ടു. അപ്പം അത്രയും അവർ സ്ട്രഗിൾ ചെയ്തു, സിസ്റ്റത്തിനെതിരെ സ്ട്രഗിൾ ചെയ്തു. ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണമെങ്കിൽ സ്വാർത്ഥമോഹിയായ ഒരു അത്ലറ്റ് ആവാം, ഒരു ഗുസ്തിക്കാരി ആവായിരുന്നു. അവരെ നേരിട്ട് എഫക്റ്റ് ചെയ്ത സംഗതിയൊന്നുമല്ല.
പക്ഷെ അവർ കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയും സഹജീവികൾക്ക് വേണ്ടിയും കൂടി ചിന്തയുള്ള ഒരു വലിയ ആളാണ്. അവരുടെ വിടവാങ്ങൽ കുറിപ്പിൽ അവരതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ അച്ഛൻ അവരുടെ അച്ഛൻ സാധാരണ ഒരു ബസ് ഡ്രൈവറായിരുന്ന അച്ഛൻ ഏറ്റവും ഇളയ മകളായ എന്നോടായിരുന്നു ഏറ്റവും അധികം സ്നേഹം. എന്നെ എപ്പോഴും അടുത്ത് വിളിച്ചിരുത്തി, നീ മുയലെ കൂടി വിമാനം പറത്തുമ്പോൾ താഴെ കൂടി എനിക്ക് ബസ് ഓടിച്ചു പോകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ മോഹം. അത് കാണാതെ അച്ഛൻ പോയി. ചെറുപ്പത്തിൽ തന്നെ 9ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് 3rd സ്റ്റേജ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. അതോടുകൂടി പുള്ളിക്കാരി ആകെപ്പാടെ തകർന്നു. ജീവിതം വീണ്ടെടുക്കാൻ എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന മോഹം നീളമുള്ള മുടിയും കയ്യിലൊരു മൊബൈൽ ഫോണും മാത്രം കുതിച്ച ഒരു പെൺബാല്യമായിരുന്നു എൻ്റെ എന്ന് അവർ പറയുന്നുണ്ട്. അമ്മയ്ക്ക് 3rd സ്റ്റേജ് ക്യാൻസർ സ്ഥിരീകരിച്ചുകൂടി അത്തരം മോഹങ്ങളൊക്കെ മാറ്റിവെച്ച് പോരാടാൻ ഞാൻ നിർബന്ധിതയായി. അമ്മയുടെ അച്ഛൻ്റെയും ജീവിതം എന്നെ പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ അർബുദബാധിതയായ അമ്മയ്ക്ക് അച്ഛൻ്റെ സ്മൃതിക്ക് മുമ്പിലേക്ക് എൻ്റെ അഭിമാനകരമായ നേട്ടങ്ങൾ ഞാൻ കൊണ്ടുവരും എന്ന് പ്രതിജ്ഞ ചെയ്ത ബാല്യമാണ് അവരുടേത്. അപ്പോൾ അവരതിനുവേണ്ടി വലിയ തോതിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫൈറ്റാണ് അവരെ ഇവിടെ എത്തിച്ചത്. അതിനിടയ്ക്ക് അവർക്ക് സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറഞ്ഞ ഭരണകൂട പ്രധാനിയോട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നതാണ് രാജ്യത്തിൻ്റെ പ്രശ്നം. എത്രയോ പേർക്ക് മെഡൽ കിട്ടാതെ പോയി ഇന്ത്യയിൽ നിന്ന് പോയ. ഇവരുടെ കാര്യത്തിൽ മാത്രം ഇവർക്ക് മെഡൽ നഷ്ടമാകുമ്പോൾ, ഇവരുടെ ഭാരത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പം രാജ്യം സംശയിക്കുന്നു നമ്മുടെ സിസ്റ്റത്തെ, അഡ്മിനിസ്ട്രേഷനെ. എന്തുകൊണ്ടാണ്? അത് ആ സിസ്റ്റം അവർക്കൊപ്പം നിന്നില്ല എന്നാണ് അവർ തുടക്കം മുതലേ പറയുന്നുണ്ട്. എന്നെ വീഴ്ത്താൻ എൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് വഴി, എൻ്റെ കോച്ച് വഴിയോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ വഴിയൊക്കെ പലതരത്തിലുള്ള ശ്രമം ഈ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കാനുള്ള പരാതി നേരിട്ട് പറയുകയും എക്സിൽ എഴുതി വെച്ചിട്ടുള്ള ആളാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മടക്കം എന്തുകൊണ്ട് രാജ്യം ഇത്ര വിപുലമായി ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ഇത്ര വൈകാരിക അതിരേകത്തോടെ അവരെ ചേർത്ത് പിടിക്കുമെന്ന് ചോദിച്ചാൽ, ഭരണകൂടം വേട്ടയാടിയവരോട് ഈ രാജ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ സാധാരണ മനുഷ്യർ കാണിക്കുന്ന ഐക്യദാർഢ്യമാണ്. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ അതിന് ആ നിലയ്ക്കുള്ള പ്രഹരശേഷി ഉണ്ടാവും. കാരണം ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, കൊൽക്കത്തയിലൊരു വനിതാ ഡോക്ടർ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി രാജ്യം തെരുവിലിറങ്ങുന്നത്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യരോട് ഐക്യദാർഢ്യപ്പെടാൻ കഴിയുന്ന, അതിനെ രാഷ്ട്രീയ രൂപമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സമൂഹമുള്ള നാടാണ് ഇത്. അപ്പോൾ അവർ പെട്ടെന്ന് കോൺഗ്രസ് ചേരുമെന്നൊക്കെ ചോദിച്ചാൽ BJPക്ക് വേണമെങ്കിൽ അത് പറയാം, കണ്ടോ കോൺഗ്രസ് ചേരാനുള്ള പരിപാടിയായിരുന്നു, കോൺഗ്രസിൻ്റെ സമരമായിരുന്നു എന്നൊക്കെ വേണമെങ്കിലുള്ള ക്യാമ്പയിൻ എടുക്കാൻ പറ്റും. അവിടെ രാഷ്ട്രീയ പ്രവേശനം, ഏതെങ്കിലും വ്യവസ്ഥാപിത കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗം അവർ കുറച്ചൊരു ടൈം എടുക്കട്ടെ എന്ന് ഞാൻ പറയാം. പക്ഷേ അവർ അനുഭവിച്ച ഈ പ്രതിസന്ധികൾ, അവർ നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒന്നാണ്. വിനേഷ് ഫോഗട്ടിൻ്റെ കഥ നമ്മുടെ വരും തലമുറ പഠിക്കട്ടെ, പാഠരൂപത്തിൽ പഠിക്കട്ടെ എന്ന് ഞാൻ പറയാം. യെസ്, വിനേഷ് ഫോഗട്ടിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് അറിയാൻ രാജ്യം കാത്തിരിക്കുകയാണ്.